ഇടുക്കി കോവിൽമലയിലെ 16ാമത് രാജാവായിരുന്ന അരിയാൻ രാജമഞ്ഞാൻ 29ാം വയസ്സിൽ മരിച്ചതോടെയാണ് ഭാര്യ ശാന്തിയുടെ ജീവിതം നരകതുല്യമായത്. പുതിയ രാജാവ് അധികാരം ഏറ്റെടുത്തപ്പോൾ ഇവർക്ക് പുല്ലുമേഞ്ഞ കുടിലിലേക്ക് മാറേണ്ടി വന്നു. രാജാവിന്റെ വിധവ പുനർവിവാഹം ചെയ്യുവാൻ പാടില്ലെന്നാണ് മഞ്ഞാൻ സമുദായ നിയമം. വിധവയെ സംരക്ഷിക്കാനുള്ള നിയമങ്ങളൊന്നും ഇവർക്കിടയിൽ ഇല്ല. 2011 ഡിസംബറിലാണ് അരിയാൻ രാജമഞ്ഞാൻ നാട് നീങ്ങിയത്. സംസ്ഥാന ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത്. അന്ന് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ആദിവാസി കൂടിയായ ശാന്തിക്ക് ജോലി വാഗ്ദാനം നൽകിയിരുന്നു. ഇപ്പോൾ വീടിനടുത്തുള്ള ആയുർവേദ ഡിസ്പെൻസറിയിൽ 162 രൂപ ദിവസവേതനത്തിന് തൂപ്പുകാരിയായാണ് ഇവർ ജോലി ചെയ്യുന്നത്. മകന് മരുന്നിന് വേണ്ടത് ഒരു ദിവസം 70 രൂപയും. അത് കലക്ടറിൻ്റെ ഫണ്ടിൽ നിന്ന് മാത്രമേ പൈസ അയച്ചിട്ടുള്ളൂ, അല്ലാതൊന്നും ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. MP സഹായിക്കാമെന്ന് പറഞ്ഞാൽ അത് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല. ആദിവാസികളുടെ ഉന്നമനത്തിനായി കോടികളും ആദിവാസി രാജാവിന്റെ കൊട്ടാരത്തിനും വാഹനത്തിനുമായി ലക്ഷങ്ങളും ചെലവഴിക്കുന്ന നാട്ടിലാണ് ഈ വിധവ പട്ടിണി അകറ്റാൻ പാടുപെടുന്നത്. ഇടുക്കിയിൽ നിന്ന് ക്യാമറാമാൻ സിജു വാഗമണിനോടൊപ്പം ബിജു തറയിൽ, മീഡിയ 1.